അങ്ങനെ ശ്രീരാമനും സീതയും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പം ദശരഥ മഹാരാജാവ് പറഞ്ഞു, എനിക്ക് വയസ്സാവാണ്, അപ്പം എന്റെ ത്രോണ് ഞാൻ ശ്രീരാമന് കൊടുക്കുകയാണെന്ന്. ഇത് കേട്ട് മഹാറാണി കൈകൈ, അതായത് രണ്ടാമത്തെ ഭാര്യക്ക് ഭയങ്കരം ജലസ് ഫീൽ ചെയ്യുന്നു. പറയുന്നത് അവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിസേബിൾഡ് വുമൻ മന്ധര ആണ് ഇവരെ മനസ്സിങ്ങനെ മാറ്റിയതെന്ന് പറയുന്നു. കൈകൈ പറഞ്ഞു, എനിക്ക് പണ്ട് പ്രോമിസ് ചെയ്ത 2 വിഷസ് അതെനിക്കിപ്പം വേണമെന്ന് പറഞ്ഞു. ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഒന്ന്, ശ്രീരാമനെ 14 years കാട്ടിൽ അയക്കണം. 2, കൈകൈന്റെ മകനായിട്ടുള്ള ഭരതനെ രാജാവാക്കണം. ഇത് കേട്ട് ദശരഥ മഹാരാജാവ് തകർന്നു പോയി. പക്ഷെ കൊടുത്ത പ്രോമിസ് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇതറിഞ്ഞ് ശ്രീരാമൻ കാട്ടുപോവാൻ തീരുമാനിച്ചു. കൂടെ പത്നിയായിട്ടുള്ള സീതയും, അതായത് ശ്രീരാമൻ എവിടെയാണോ അവിടെയാണ് ഞാൻ എന്ന് പറഞ്ഞ് കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് ശ്രീരാമന്റെ കൂടെ പോവാൻ തീരുമാനിച്ചു. അപ്പം ശ്രീരാമന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ബ്രദർ ലക്ഷ്മണൻ പറഞ്ഞു, ശ്രീരാമനെയും സീതേനെയും പ്രൊട്ടക്ട് ചെയ്യാൻ അവരും കൂടെ പോകുന്നു. ലക്ഷ്മണന്റെ ഭാര്യയായിട്ടുള്ള ഉർമിളയും കൂടെ പോവാൻ തീരുമാനിച്ചു. പക്ഷേ ഉർമിള കൂടി പോയി കഴിഞ്ഞാൽ വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരെ ആര് നോക്കും എന്ന് ഒരു സങ്കടം ഉള്ളത് കൊണ്ട് ഉർമിള പോയില്ല.